നമുക്കറിയാം പ്രധാനമന്ത്രി നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു ഒറേറ്ററാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്ചാതുരി കേരളം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. പക്ഷേ ഇത്തവണ വന്ന് മടങ്ങുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നതുപോലെയോ സംസാരിച്ചതുപോലെയോ ഒക്കെ പ്രധാനമന്ത്രി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഡീൽ ആരോപണം BJP അങ്ങേറ്റം പ്രതിരോധത്തിലാക്കി നിൽക്കുകയാണ്. അതിൽ ഞങ്ങളാണ് എ ടീം എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ പറഞ്ഞ മാവോ ലീഗ് കോൺഗ്രസ് ആരോപണമൊന്നും പ്രധാനമന്ത്രി ഇത്തവണ ഉന്നയിക്കുന്നില്ല. ഇവിടെ ശബരിമല വിഷയം വലിയ BJPക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പാകത്തിലുള്ള വിഷയമായുണ്ട്. പ്രധാനമന്ത്രി ഒരു വാക്കുകൊണ്ട് പോലും അതൊന്നും സൂചിപ്പിക്കുന്നത് കണ്ടില്ല. എങ്ങനെയാണ് താങ്കൾ പ്രധാനമന്ത്രിയുടെ വരവിനെ നോക്കിക്കാണുന്നത്? ഈ ആരോപണങ്ങളിൽ BJPക്ക് കരുത്തു പകരാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞോ? അതോ ഡീൽ ആരോപണം സംശയിപ്പിക്കുകയാണോ ഈ പ്രധാനമന്ത്രിയുടെ വരവും? പ്രധാനമന്ത്രിയുടെ വരവ് കൊണ്ട് കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ മുന്നണിയുടെ ശക്തി വർദ്ധിപ്പിക്കാനോ മുന്നണിക്ക് 4 വോട്ട് കിട്ടാനോ വേണ്ട രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞ പോലെ പ്രസംഗ ശൈലി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചു നേരം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഡീലിനെ കുറിച്ച് മാത്രം അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം നമുക്ക് വളരെ കൃത്യമാണ്. കാരണം ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അപ്പോൾ UDF ഉന്നയിക്കുന്നത് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് അല്ലെങ്കിൽ UDF BJP കൂട്ടുകെട്ട് എന്നാണെങ്കിൽ തിരിച്ച് UDFകാർ പറയുന്നത് CPM BJP കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ഈ 2 കാര്യം പുറത്തു വരുമ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയും. കോൺഗ്രസുകാർ പറയുന്നതാണ് അല്ലെങ്കിൽ UDF പറയുന്നതാണ് ശരിയെന്ന് ന്യൂനപക്ഷ വിഭാഗത്തിന് തോന്നിയാൽ BJP പേടി അവർക്കിടയിൽ ശക്തമാണെന്നുള്ള കാര്യം നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ആ വോട്ട് കോൺഗ്രസുകാർ പറയുന്ന അല്ലെങ്കിൽ UDF പറയുന്നതാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ വോട്ട് അവർക്ക് അനുകൂലമായിട്ട് മാറും. കാരണം CPM-ഉം BJP-യും തമ്മിലൊരു ഒത്തുകളിയുണ്ട് എന്ന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം, അവർക്ക് ശക്തമായ ഭയമുണ്ട്. അവർക്കറിയാം ഉത്തരേന്ത്യയിലെ പല പ്രശ്നങ്ങളും എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ച മാംസം അത് പശുവിറച്ചിയാണ് എന്ന് വ്യാപകമായ തെറ്റായ പ്രചരണം നടത്തിയ ആളെ അടിച്ചുകൊല്ലുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഭയമുള്ളത് കൊണ്ട് ഈ BJP-യോടുള്ള കടുത്ത ഭയമുള്ളത് കൊണ്ട് അവരെന്തായാലും തിരിച്ച് അത് കടുത്ത CPM-കാരാണെങ്കിൽ പോലും അവിടെ UDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ഇതേപോലെ LDF പറയുന്നതാണ് ശരി, കോൺഗ്രസും BJP-യും